മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഈ ലോകത്തിൽ രണ്ടു തരം സ്നേഹമുണ്ട്. ആത്മാർത്ഥമായ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും അധികം മനുഷ്യരും. ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കൂടെയുള്ള നിഴൽ പോലും വെളിച്ചത്തിൻ്റെ ഔദാര്യമാണ്. ഭക്തരെ, ശ്രദ്ധ കുറയുമ്പോൾ ബന്ധങ്ങളിലും തുരുമ്പ് കയറുന്നു. കഴിഞ്ഞുപോയതും കൊഴിഞ്ഞു വീണതും നഷ്ടങ്ങളായി കാണാതെ അവ നൽകിയ തിരിച്ചറിവുകളിൽ പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക. ഭക്തരെ, അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സു മാത്രമാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും മനസ്സ് തന്നെയാണ്. ഭക്തരെ, ഒരു മനുഷ്യൻ്റെ ഹൃദയം തകർത്ത നഷ്ടങ്ങളൊക്കെയും അയാളുടെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങളായിരുന്നു. വാക്കുകളിൽ ഭംഗിയുണ്ടെന്ന് കരുതി ഹൃദയം മനോഹരമാകണമെന്നില്ല. ഭക്തരെ, സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല. ഭക്തരെ, നിങ്ങളുടെ ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. മൃദുവായ സ്വഭാവം ബലഹീനമായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായ വേറെ ഒന്നുമില്ല. എന്നാൽ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും. ഭക്തരെ, ക്ഷമ കീഴടങ്ങലോ തോൽവിയോ അല്ല. ദുർബലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അത് ശക്തരുടെ ആയുധമാണ്. നിങ്ങൾ ഏതു കാര്യത്തിലും ക്ഷമയോടെ പരിശ്രമിച്ചാൽ തീർച്ചയായും അതിന് ഫലം ലഭിക്കും. ഭക്തരെ, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വരെ പഠിച്ചു എന്ന് ആരും ചോദിക്കില്ല. ഭക്തരെ, ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നിങ്ങളെ കാണണമെന്നോ സംസാരിക്കണമെന്നോ തോന്നാത്തവരോട് ആ സാന്നിധ്യത്തിനു വേണ്ടി യാചിക്കാതിരിക്കുക. കാരണം പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിനേക്കാൾ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാവില്ല. ഭക്തരെ, എനിക്കാരും ഇല്ല എന്ന തോന്നലിൽ നിന്നും എനിക്കാരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയിലേക്കുള്ള ദൂരമാണ് പക്വത. പരിഗണനയില്ലെങ്കിൽ പിന്നെ പരിചരിച്ച് നിൽക്കരുത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രഹരത്തിന് വേദന കൂടുതലായിരിക്കും. ഭക്തരെ, ചെറിയ ചില തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ട് നല്ല ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. കുറ്റങ്ങളും കുറവുകളും പൊറുക്കാൻ കഴിയുന്നിടത്തെ നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഭക്തരെ, എത്ര സമ്പാദിച്ചു എന്നതിലല്ല, എത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചു എന്നതിലാണ് കാര്യം. മറ്റൊരാളുടെ മനസ്സു നോവിച്ചിട്ട് ചിലർ അനുഭവിക്കുന്ന സുഖം കൊടുക്കുന്ന അളവിൽ അത് തിരിച്ചു കിട്ടും. ഒരിടത്ത് നിന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് നിന്ന്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഭക്തരെ, കരയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്കു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരാളിലേക്ക് മാത്രം ലോകം ചുരുങ്ങിപ്പോയവർക്ക് വേദനകൾ കൂടുതലായിരിക്കും. പറയുന്നവർക്കോ പറയുന്ന വാക്കിനോ അറിയില്ല അത് കേൾക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം നോവുന്നുണ്ടെന്ന്. ഭക്തരെ, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ആത്മാഭിമാനം പണയം വയ്ക്കരുത്. അതിനെ അഹങ്കാരമെന്ന് മറ്റുള്ളവർ വിളിച്ചോട്ടെ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.